ഹലോ, ഇത്രയും വൃത്തിയില്ലാത്ത എൻ്റെ അടുക്കള വൃത്തിയാക്കുന്നതാണ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? അതൊക്കെ നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറേ നാളായിട്ട് അടുക്കള ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുമായിരുന്നേ. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഇതൊന്നും ശരിയാക്കി തന്നിട്ട് പറഞ്ഞു, സിമെൻറ്റ് മേടിക്കണം, അത് മേടിക്കണം. ഞങ്ങളിവിടെ സ്വന്തം വീടൊന്നുമില്ല, ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ് കേട്ടോ. അപ്പം അതിങ്ങനെ അടുക്കളയുടെ അവിടെ ഇങ്ങനെ പൊളിഞ്ഞെടുക്കുന്നു. എനിക്ക് വീഡിയോ എടുക്കണമെന്നുണ്ട്, എന്ത് കാര്യങ്ങളും ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ വൃത്തികേടായിട്ട് കിടക്കുന്ന അടുക്കള കാണുമ്പോൾ എല്ലാവരും നെഗറ്റീവ് പറഞ്ഞാലോ കൊള്ളില്ല. എന്നിട്ട് ഞാനൊരു ദിവസം എന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് എൻ്റെ ആൻറ്റീനോട് പറഞ്ഞു, എടീ ഞാനിങ്ങനെ വീഡിയോ ഇടുന്നുണ്ട്, ഷോർട്സ് മാത്രമേ ഇടാറുള്ളൂ, പക്ഷേ വീഡിയോ ഇടണമെന്നുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു, വീടൊന്നും കൊള്ളില്ലല്ലോ, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ എന്നാ പറയും, ഇങ്ങനെ ഒരു വൃത്തിയില്ലാതെ ഇരിക്കുന്ന പോലത്തെ വീടല്ലേ. അന്നേരം അവൾ പറയാം, അടുത്തേ വലിയ വീടുണ്ടോയെന്ന് നോക്കാം, അവരുടെ വീട്ടിൽ പോയി ചെയ്യാമെന്ന്. പാവം അവളിപ്പോൾ ഇല്ല കേട്ടോ, അവൾ മരിച്ചു പോയിട്ട് ഇപ്പോൾ ഒരു 10-20 ദിവസമായതേ ഉള്ളൂ. അവൾ മരിച്ചു പോയി. പെട്ടെന്നൊരു പനി വന്ന് ഫിക്സ് പോലെ വന്നിട്ട് പെട്ടെന്ന് അവൾ മരിച്ചു പോയി. 2 കുഞ്ഞിപ്പിള്ളേരൊക്കെ ഉള്ളതാണ്. ഞാൻ എപ്പോഴും ഓർക്കും, വീഡിയോ എടുക്കുമ്പോൾ ഞാൻ അന്നേരം അവൾ പറഞ്ഞ കാര്യം ഇങ്ങനെ ആലോചിക്കും. അവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ അനിയത്തി കേട്ടോ. ഞങ്ങൾ ഒത്തിരി പ്രായ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് ആൻറ്റീന്ന് എല്ലാവരും കൂടുമ്പോൾ വിളിക്കും, അല്ലെങ്കിൽ ഞാൻ എടി പൊടിയെന്ന് അങ്ങനെയൊക്കെ വിളിക്കുള്ളൂ. റെസ്പെക്റ്റ് ഇല്ല. അമ്മയുടെ അനിയത്തിന് വേണമെങ്കിൽ ആൻറ്റി എന്നൊക്കെ വിളിക്കണമെന്ന്. അയ്യോ, ഞാൻ പറഞ്ഞു വന്നത് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ എന്നിട്ട് പൊളിഞ്ഞപ്പടി കിടക്കുമായിരുന്നു. എന്നിട്ട് കുറേ പറഞ്ഞു, ഇത് ചെയ്തതാന്ന് പറഞ്ഞു. കുറേ തവണ ഞാൻ പറഞ്ഞു, ഇതൊന്ന് ചെയ്തതാന്ന്. എന്നിട്ട് പറഞ്ഞു, ഞാൻ സിമെൻറ്റ് നാളെ ചെയ്തുതരാം. കുറേ ദിവസമായി നാളെ ചെയ്തുതരാം. എന്തായാലും വേണ്ട. അന്നേരം പറഞ്ഞു, ഞാൻ മണ്ണ് തേക്കട്ടെ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, മണ്ണ് തേക്കണ്ട, മണ്ണ് തേച്ചാൽ പൊളിഞ്ഞു പോകുന്നു പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓർത്തു, ഞാൻ മണ്ണ് തേക്കണ്ട, ഇനിയിപ്പോൾ സിമെൻറ്റ് മേടിച്ച്. അന്നേരം ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ആ ഓണറോട് പറ, അത് ശരിയാക്കി തരാൻ പറഞ്ഞു. ഓണറോട് പറയണ്ട, ഓണറോട് പറഞ്ഞാലേ ശരിയാക്കി, നമ്മളോട് ശരിയാക്കാൻ പറയുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ ശരി, അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസം കഴിഞ്ഞു. അപ്പം ഞാൻ എന്നെ ഏതെന്നറിയോ, എന്നാൽ ഇച്ചിരി ഇതൊന്നും ശരിയാവില്ല എന്നറിയാം, അതിന് കുറച്ച് മണ്ണൊക്കെ എടുത്തുകൊണ്ട് വന്ന് തേച്ച്. മണ്ണ് തേക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. അന്നേരം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കാര്യം അങ്ങ് വിട്ടുപോയി. മണ്ണൊക്കെ നന്നായിട്ട് തേച്ച്, അത് നല്ല മണ്ണൊക്കെ അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് പൊളിഞ്ഞ് കിടന്നെടുത്തോടെ എല്ലാം മണ്ണൊക്കെ തേച്ച് നല്ല വൃത്തിയാക്കി എടുത്തു. അത് കഴിഞ്ഞിട്ട് അതൊക്കെ കണ്ട് കഴിഞ്ഞ് വന്ന് കഴിയുമ്പോൾ, ഇവിടെ മണ്ണ് തേച്ചോ നീ എന്ന് ചോദിച്ചു. ശരി. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇത് സിമെൻറ്റും കൂടെ മേടിച്ചുകൊണ്ട് തരുവാണെങ്കിൽ ഇത് പൊളിഞ്ഞു പോകുകയല്ലെന്ന് പറഞ്ഞു. പിന്നെ സിമെൻറ്റ് മേടിച്ചുകൊണ്ട് തന്നു. പിന്നെ ഞാൻ സിമെൻറ്റും കൊണ്ട് തേക്കുന്നതാണ് ഈ കാണുന്നത്. പിന്നെ എല്ലാവരും പനിയൊക്കെ ആണെങ്കിലും സ്വയം ചികിത്സിക്കരുത് കേട്ടോ. പനി എല്ലാവരോടും കൂടെ പറയുന്നത്. കുഞ്ഞിപ്പിള്ളേരുള്ളവരും എല്ലാവരും എന്നാന്ന് ചോദിച്ചാൽ എൻ്റെ കൂട്ടുകാരിൽ ആൻറ്റി, ഞാനിപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, പനി വന്നിട്ട് അവൾ മരുന്നൊക്കെ വാങ്ങിച്ചെന്നാലും പെട്ടെന്ന് ഇങ്ങനെ ഫിക്സ് പോലെ എന്തോ വന്നിട്ട് ആശുപത്രിയിൽ ചെന്നു മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു കോട്ടയത്ത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് പോലും ഈ ഫിക്സ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്നതുകൊണ്ട് എന്താ കാരണമെന്ന് പോലും ആദ്യം അവർ വിചാരിച്ചു അറ്റാക്ക് ആയിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ ഏതാണ്ട് ഈ ഫിക്സിൻ്റെ എന്തോ പ്രശ്നത്തിൻ്റെ പുറത്താണ് ഓട്ടോ പോകുന്നു. റോഡ് സൈഡ് ആയതുകൊണ്ട് ഓട്ടോയുടെ സൗണ്ട് കേൾക്കുന്നു. നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരും എന്താ ചെയ്യുന്നത്, എന്തെങ്കിലും ഒരു പനി വന്നു കഴിയുമ്പോൾ നമ്മൾ ആശുപത്രിയിൽ പോകത്തേയില്ല. ഈ പറയുന്ന പോലെ ഞാനും ഇതുപോലൊക്കെ തന്നെ. എന്ത് പനി വന്നാലും ആശുപത്രിയിൽ പോകത്തില്ല. ആശുപത്രി ഒരസുഖം വന്നാലും പോകില്ല. ഒന്നുമില്ല, ഒരു പാരസെറ്റാമോൾ എടുത്ത് കഴിക്കുമ്പോൾ അന്നേരത്തേനും അതങ്ങ് മാറും. അപ്പോൾ അതാന്ന് ഓർത്തുകൊണ്ടിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ആരും സ്വയം ചികിത്സ പാടില്ലെന്നൊക്കെയാണ് പറയുന്നത്. അത് എത്ര പേരത് കേൾക്കുന്നുണ്ടെന്ന് പോലും അറിയത്തില്ല. പിന്നെ ഇവിടെ അതിന് ഫോൺ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും ഒന്നും അത്ര വലിയ പിടുത്തമുള്ള കൂട്ടത്തിലൊന്നും അല്ല. എങ്ങനെയാണ് ഫോണൊത്ത് ചേർത്ത് നമ്മൾ എഡിറ്റ് ചെയ്യാനൊക്കെ എന്ന് കഴിഞ്ഞാൽ വഴക്ക് പറയും. ഫോണിൻ്റെ അകത്ത് നോക്കിക്കൊണ്ടിരിക്കുക, നീ എങ്ങനെയാണെന്നൊക്കെ പറയാം. അത് കാരണം പിന്നെ ഞാൻ വന്നു കഴിയുമ്പോൾ ഫോൺ എടുക്കലൊന്നുമില്ല. പിന്നെ ഇപ്പോൾ എല്ലാവരും ഇല്ലാത്തപ്പോൾ എടുക്കണം. അപ്പോൾ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നു കഴിയുമ്പം ആയിരിക്കും വണ്ടി ഈ സ്കൂൾ ബസ് വിടുന്നത്. അന്നേരത്തേനും ഭയങ്കര സ്കൂൾ ബസ്സിൻ്റെ സൗണ്ടും. അല്ലാതെ അവർ വന്നു കഴിയുമ്പോഴത്തേനും ടി വി അങ്ങ് ഓണാക്കും. പിന്നെ ടി വിയുടെ ഒച്ചയായി അതായി ഇതായി. നമുക്ക് അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അത് കാരണം ഒത്തിരി ഇതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ ഓരോ വീഡിയോസ് എടുക്കുന്നത്. പിന്നെ ഒരു തവണയൊക്കെ 2 വീഡിയോ ഒക്കെ എടുത്തിടും. എന്നിട്ട് ഓരോ ദിവസത്തേന് ഷെഡ്യൂൾ ചെയ്ത് വെക്കും. അല്ലാതെ എന്നും ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല. നിങ്ങളെപ്പോലുള്ളവരുടെ സപ്പോർട്ടാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. നിങ്ങളെപ്പോലുള്ള സപ്പോർട്ട് ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ ലൈഫ് സ്റ്റോറി എന്താണെന്ന് ഞാൻ പറയാം. അത് നിങ്ങൾക്ക് എപ്പോഴുള്ളവരുടെയൊക്കെ പകുതി വീഡിയോ കാണുമ്പോഴത്തേനും എല്ലാം സ്കിപ്പ് ചെയ്ത് വിടും. കാരണം വെച്ചാൽ നമ്മളെപ്പോഴുള്ളവരുടെ ഒന്നും കേൾക്കാൻ ആർക്കും താല്പര്യമില്ല. നമ്മളൊക്കെ ഏറ്റവും താഴെത്തട്ടി കിടക്കുന്ന ആൾക്കാരാകുമ്പം എന്താ പറയുന്നത്, നമ്മളൊരു സെലിബ്രിറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ. അത് കാരണം നമ്മുടെ കഥകളും നമ്മുടെ കാര്യങ്ങളൊന്നും കേൾക്കാൻ ചിലപ്പോൾ ആൾക്കാർക്ക് അത് ഇഷ്ടമൊന്നും ആകത്തില്ല. പിന്നെ ഇഷ്ടപ്പെടുന്നവരും കാണും, ഇഷ്ടപ്പെടുന്നവരില്ലെന്നൊന്നുമില്ല, ഇഷ്ടപ്പെടുന്നവരും കാണും. അങ്ങനെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ പറയാം കേട്ടോ.
ഒത്തിരി എൻ്റെ അച്ഛനൊക്കെ എൻ്റെ പൊന്നോ എൻ്റെ ചെറുപ്പകാലത്തെ കാര്യമൊന്നും പറയണ്ട. നിങ്ങൾ എൻ്റെ ചെറുപ്പകാലത്തെ കഥ കേട്ടാൽ ഓർക്കും എൻ്റെ പൊന്നെ ഈ കൊച്ചിങ്ങനെ ജീവിച്ചു വന്നാണോ എന്ന് ഓർക്കും. എൻ്റെ അമ്മയുടെ സ്ഥാനത്തൊക്കെ വേറെ ഏതെങ്കിലും ഒരു അമ്മയൊക്കെ ആണെങ്കിൽ സ്ഥലം വിട്ടു, അല്ലെങ്കിൽ ഇപ്പം 7 പണ്ടേ അപ്പന് ആത്മഹത്യ ചെയ്തതിന് ഇത്രയ്ക്ക് അനുഭവങ്ങൾ അനുഭവിച്ചത് എൻ്റെ അമ്മയൊക്കെ. മീഷോയിൽ നിന്നൊരു ഇതെടുത്തു, എന്നാണോ സെൽഫി സ്റ്റിക്ക് വരുത്തി. ഇപ്പം എന്നാ വലിയ സ്റ്റാൻഡാന്ന് ഓർത്താ വരുത്തിയത്. പക്ഷെ വന്നത് സെൽഫി സ്റ്റിക്ക്, കൈ പിടിച്ച് മാത്രം വീഡിയോ എടുക്കുക എന്ന ചെറിയൊരു സാധനം. അത് ഇവിടെ വന്നത് അത് ഡാമേജ് ആയിരുന്നു. ആ സാധനം ഇവിടെ വന്നപ്പോൾ അത് പൊട്ടി. അതിൻ്റെ അകത്ത് ഈ ഫോൺ വെക്കുമ്പോഴത്തേനും അത് ഊരി. പിന്നെ ഞങ്ങളത് പശ വെച്ച് ഒട്ടിച്ച് വെച്ചതാണ്. ഇപ്പോൾ അവനത് എടുത്തോണ്ട് പോയിട്ട് ഈ സാധാ ഫോൺ എനിക്ക് മാത്രമേ ഉള്ളൂ ഈ ഫോണേ, ഈ ടച്ച് ഫോൺ എനിക്ക് മാത്രമേ ഉള്ളൂ. ചേട്ടന് സാധാ ഫോണാണ്, ആദ്യത്തെ ഫോണാണ്. അതൊന്ന് പണിയാൻ പോയപ്പോൾ കൊണ്ടുപോയില്ല. അന്നേരം അത് ഈ സെൽഫി സ്റ്റിക്കിൽ എടുത്തിട്ട് അവൻ പാട്ട് വെച്ചു പാട്ട് പാടുമായിരുന്നു. ഇപ്പം എൻ്റെ കൊണ്ട് തന്നിട്ട് പറയുക പാട്ട് പാടുവന്ന്. കൊച്ചിന് പാട്ട് അറിയാമോ? ഒന്ന് പാട്ട് പാടിക്കേ. ഉറക്കപ്പാട്, ഉറക്കപ്പാട്, കാക്കേ പാട്. ചേച്ചിമാര് കേക്കട്ടെ. കാക്ക പാടിക്കേ. പാടാം. കാക്കേ അവനോട് അല്ല പാടാൻ പറയുമ്പോൾ അവൻ പാടില്ല. പാടണ്ടെന്ന് പറയുമ്പോൾ അവനെ ഒന്ന് പാടിക്കൊണ്ടിരിക്കും. സെൽഫി നേരം ഫോട്ടോ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു. കടിച്ച് പറിച്ചത്, അത് കൊള്ളൂല്ലാത്ത സാധനം. അതൊക്കെ പൊട്ടിച്ച വായി പോകും, തൊണ്ടയിൽ പോകും. നമുക്ക് വീഡിയോ എടുക്കണം. അവിടെ ഇല്ല, ഇവിടെ ഇരുന്ന് എടുത്തോ. ഇതവിടെ അമ്മയുടെ പൊന്നല്ലേ, ഇങ്ങോട്ട് വാ. എല്ലാവരോടും ചോദിച്ചാൽ എന്നാണ്ട് വിശേഷമെന്ന് ചോദിച്ചു. ചോർമാമ ഉണ്ടോ എന്ന് ചോദിച്ച് എന്നാണ്ട് വിശേഷമെന്ന് ചോദിച്ചു. എന്നാണ്ട് വിശേഷം? സുഖമാണോ ചേച്ചി? എല്ലാവർക്കും സുഖമാണോ ചേച്ചി? ചായ കുടിച്ചോ? എല്ലാരും കുടിച്ചോ? എല്ലാരും കുടിച്ചോ?